ഹായ് ഓൾ, വെൽക്കം ടു CC Plus. ഞാൻ ആനന്ദ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലുകളിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു കമന്റ് ആണ്. +1 നവോദയ എൻട്രൻസ് എക്സാം എങ്ങനെയാണ്, അതിന്റെ സിലബസ് എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിൽ വരുന്നത്, ഇങ്ങനെ ആർക്കൊക്കെയാണ് അത് എഴുതാൻ പറ്റുന്നത്, ഇങ്ങനത്തെ ഒരു കുറേ ക്വസ്റ്റ്യനുകൾ എപ്പോഴും കാണാറുണ്ട്. അപ്പൊ ഈ വീഡിയോയിലൂടെ അത് നമ്മൾ ആ ഒരു ഡൗട്ട് അങ്ങ് നമ്മൾ ക്ലിയർ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാം. നവോദയ വിദ്യാലയ ക്ലാസ് 11 വേണ്ടി അഡ്മിഷൻ 11 മീൻസ് +1 വേണ്ടിയുള്ള അഡ്മിഷൻ എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ നോക്കിക്കേ, ഇതിൽ നോട്ടിഫിക്കേഷനിൽ പറയുന്നത്, നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, ഇത് പഴയ നോട്ടിഫിക്കേഷനിൽ ഒരു കോപ്പിയാണ് കേട്ടോ. ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ആർ ഇൻവൈറ്റഡ് ഫ്രം എലിജിബിൾ സ്റ്റുഡൻസ് ഫോർ അഡ്മിഷൻ ടു ക്ലാസ് 11 ഓൺലി അഗൈൻസ്റ്റ് ദ വേക്കന്റ് സീറ്റ്. നമ്മൾ 9th കാണുന്നത് പോലെ തന്നെ വേക്കന്റ്, എത്ര വേക്കൻസി ആണ് ഒരു നവോദയയിൽ വന്നിട്ടുള്ളത്, ആ വേക്കൻസിക്ക് അനുസരിച്ച് മാത്രമായിരിക്കും +1 സീറ്റ് തീരുമാനിക്കുക. Likely to be available in JNV during the academic year 2026 to 2027. കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷനിൽ ഇവിടെ നോക്കിയേ 2025 to 2026 ആയിരുന്നു. അത് ഈ പ്രാവശ്യം വരുമ്പോൾ അത് എന്താവും, 2026 to 2027 വരും. കാരണം ഇപ്പോൾ ഇനി 10ൽ കയറി പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള, അപ്പൊ +1 എന്ന് പറയുമ്പോൾ അവർ 2026 to 2027 ബാച്ച് ആയിട്ടാണ് വരിക കേട്ടോ. ഇനി അഡ്മിഷൻ വിൽ ബി മെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് സെലക്ഷൻ ടെസ്റ്റ് വിച്ച് വിൽ ബി കണ്ടക്റ്റഡ് ബൈ ആൻ എക്സ്റ്റേണൽ ഏജൻസി ആസ് പെർ ദ പോളിസി ഓഫ് ദ NVS. എന്ന് വെച്ചാൽ എന്താ പറയുന്നത്, ഈ +1 അഡ്മിഷൻ നേടണമെങ്കിലും എന്ത് ചെയ്യണം, പരീക്ഷ പാസ്സാവണം. JNVയുടെ നവോദയ വിദ്യാലയ സമിതിയുടെ ടെസ്റ്റ് പാസ്സാവണം, എങ്കിൽ മാത്രമേ ഇവിടെ നമുക്ക് അഡ്മിഷൻ നേടാൻ കഴിയത്തുള്ളൂ. നമ്മൾ 6ാം ക്ലാസ്സും 9ാം ക്ലാസ്സും പോലെ തന്നെ ഒരു എൻട്രൻസ് ടെസ്റ്റ് ഇതിനുമുണ്ട്. അടുത്തത് ഹൂ ഈസ് എലിജിബിൾ, ആരൊക്കെയാണ് ഇതിൽ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർ, ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. നോക്കിക്കേ, ഡേറ്റ് ഓഫ് ബർത്ത് ഓഫ് ദ കാൻഡിഡേറ്റ് ഈസ് ടു ബി ബിറ്റ്വീൻ, ഇത് ഈ വർഷത്തെ ഞാൻ എഡിറ്റ് ചെയ്തിട്ടതാണ്, നിങ്ങൾക്ക് ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടി. നോക്കിയേ, 1st June 2009 to 31st July 2011, ബോത്ത് ഡേറ്റ്സ് ഇൻക്ലൂസീവ്. ഈ 2 ഡേറ്റുകൾക്കുള്ളിലുള്ള 2009 1st June 1, 2009 ജനിച്ച ആൾ മുതൽ 31 July 2011 ജനിച്ച ആൾക്ക് വരെയാണിത് അപ്ലൈ ചെയ്യാൻ പറ്റുക. 2012 ആൾക്ക് പറ്റത്തില്ല. ഓക്കെ, അതാണ് അവർ പറയുന്നത്. 2008 ആൾക്കും പറ്റത്തില്ല. അതേപോലെ ഒറ്റ പ്രാവശ്യം നമുക്ക് ഈ ടെസ്റ്റിൽ അപ്പിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. 2 പ്രാവശ്യം ഒന്നും പറ്റത്തില്ല, ഒറ്റ പ്രാവശ്യമേ പറ്റത്തുള്ളൂ. ഇനി കാൻഡിഡേറ്റ് ഹു ഹാവ് പാസ്ഡ് ക്ലാസ് 10 prior to the session 2024-2025 are not eligible. എന്താ, ഇപ്പൊ 10ാം ക്ലാസ് പാസ്സായിട്ടിരിക്കുന്ന കുട്ടികൾ, ഇനി റിസൾട്ട് വന്നിട്ട് പാസ്സായിട്ടിരിക്കുന്ന കുട്ടികൾക്കൊന്നും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സാധാരണ നമ്മൾ എന്താ, 10ൽ റിസൾട്ട് വന്ന് പാസ്സായി കഴിയുമ്പോഴാണ് +1 അപ്ലൈ ചെയ്യുന്നത്. ആ ഒരു സിസ്റ്റം അല്ല ഇവിടെ ഉള്ളത്. എന്താണ്, ഇനി 10ൽ പഠിക്കാൻ പോണ കുട്ടികൾ എന്ന് വെച്ചാൽ 9ലെ റിസൾട്ട് വന്ന് 10ലേക്ക് കയറിയ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമാണ് +1 അഡ്മിഷന് കയറാൻ പറ്റുക. കാരണം നിങ്ങൾ 10 പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ +1 JNVയുടെ എൻട്രൻസ് എക്സാം എഴുതിയിരിക്കണം. പാസ്സായ 10 പാസ്സായി കഴിഞ്ഞിട്ട് JNVയിലേക്ക് അഡ്മിഷൻ ഇല്ല. പാസ്സാകുന്നതിന് മുമ്പ് തന്നെ 10ൽ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, JNVയുടെ എക്സാം എഴുതണം. അതാണ് പറയുന്നത്. കാൻഡിഡേറ്റ് ഹു ആർ സ്റ്റഡിങ് ഇൻ ക്ലാസ് 10 ഡ്യൂറിംഗ് ദ സെഷൻ 2024-2025 ഓൺലി ആർ എലിജിബിൾ ടു അപ്ലൈ. ഇവിടെ വരുമ്പോൾ 2025-2026 എന്ന് വരും കേട്ടോ. 2025-2026 ഓൺലി ആർ എലിജിബിൾ എന്നുള്ളൊരു രീതിയിൽ വരും. വേറെ ഒന്നുമല്ല, ഇതൊന്നും നിങ്ങൾ നോക്കണ്ട. ഈ ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കുക. എന്നിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യം, ഇപ്പോൾ പേരൻസിനോടാണ്, ഇപ്പൊ നിങ്ങളുടെ കുട്ടി 10ാം ക്ലാസ്സിലേക്ക് കയറിയതേ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും കേട്ടോ. അത്രയേ ഉള്ളൂ, അതിൽ വേറെ ഒന്നുമില്ല. കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമ്മൾ വലിച്ചു നീട്ടുന്നില്ല. പിന്നെ ദ കാൻഡിഡേറ്റ് മസ്റ്റ് ബി സ്റ്റഡിങ് ഇൻ ക്ലാസ് 10 ഫ്രം എ ഗവൺമെന്റ് ഓർ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് സ്കൂൾ. എന്താ, ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ സ്കൂളുകളിൽ പഠിച്ചിട്ടുള്ള, CBSE ICSE എല്ലാം ഇതിൽ വരുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും സെൻട്രൽ ഗവൺമെന്റ് ആയിക്കോട്ടെ, സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ഗവൺമെന്റിന്റെ റെക്കഗ്നീഷൻ ഉള്ള സ്കൂളിൽ നിന്ന്
പഠിച്ച കാൻഡിഡേറ്റ്സിന് മാത്രമേ ഈ പരീക്ഷ എഴുതാൻ പറ്റത്തുള്ളൂ. അതാണ് അവർ പറയുന്നത് കേട്ടോ. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ സിലബസ്, എന്തൊക്കെയാണ് ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, ഇതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പറയാം, എന്തൊക്കെ സബ്ജക്റ്റുകളാണ് സിലബസ് ആണുള്ളതെന്ന് ഞാൻ പറയാം. നോക്കിക്കേ, ഇവർക്ക് ഒന്നാമതായിട്ടുള്ളത് മെന്റൽ എബിലിറ്റി ആണ്. 9th വരുമ്പോൾ മെന്റൽ എബിലിറ്റി ഇല്ല, പക്ഷേ +1 10th വരുമ്പോൾ എന്തുണ്ട്, മെന്റൽ എബിലിറ്റി വരുന്നുണ്ട്. രണ്ടാമത് വരുന്നത് ഇംഗ്ലീഷ് ആണ്, മൂന്നാമത് സയൻസ്, നാലാമത് സോഷ്യൽ സയൻസ്. ഇവിടെ എന്തുണ്ട്, സോഷ്യൽ സയൻസിനും പ്രാധാന്യമുണ്ട്. 5 മാത്തമാറ്റിക്സ്. അങ്ങനെ 5 സബ്ജക്റ്റുകളാണുള്ളത്. മെന്റൽ എബിലിറ്റി, ഇംഗ്ലീഷ്, സയൻസ്, സോഷ്യൽ സയൻസ്, മാത്തമാറ്റിക്സ്. അപ്പൊ ഇതിൽ നോക്കിക്കേ, മെന്റൽ എബിലിറ്റിയിൽ നിന്ന് 20 ക്വസ്റ്റ്യൻ, 20 മാർക്ക്, 30 മിനിറ്റ്, അരമണിക്കൂർ കൊണ്ട് നമ്മൾ പരീക്ഷ എഴുതി തീർക്കണം കേട്ടോ. മെന്റൽ എബിലിറ്റിക്ക് 20 ക്വസ്റ്റ്യൻ, 20 മാർക്ക്, 30 മിനിറ്റ് ആണ് അപ്രോക്സിമേറ്റ് ടൈം എന്ന് പറയുന്നത്. ഇനി ഇംഗ്ലീഷിലാണെങ്കിലും 20 ക്വസ്റ്റ്യൻ, 20 മാർക്ക്, 30 മിനിറ്റ്. സയൻസിൽ നിന്നും 20 ക്വസ്റ്റ്യൻ, സോഷ്യൽ സയൻസിൽ നിന്നും 20 ക്വസ്റ്റ്യൻ, മാത്തമാറ്റിക്സിൽ നിന്നും 20 ക്വസ്റ്റ്യൻ. ടോട്ടൽ അപ്പൊ എത്ര ക്വസ്റ്റ്യൻ, 100 ക്വസ്റ്റ്യൻ. 100 ക്വസ്റ്റ്യൻ ഉണ്ടാവും എവിടെ, നമ്മുടെ +1 നവോദയ എൻട്രൻസ് എക്സാമിന്. അതേപോലെ 100 ക്വസ്റ്റ്യന് 100 മാർക്ക്, ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വെച്ച് 2.5 മണിക്കൂർ കൊണ്ട് നമ്മൾ പരീക്ഷ എഴുതി തീർക്കണം. 2.5 മണിക്കൂർ കൊണ്ട് പരീക്ഷ എഴുതി തീർക്കണം. ഇവിടെയും എങ്ങനെ തന്നെയാണ് വരുന്നത്, OMR ടൈപ്പിലാണ് നമുക്ക് വരുന്നത്. OMR ടൈപ്പിലാണ് വരുന്നത്, നെഗറ്റീവ് മാർക്സ് ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ച് ആൻസേഴ്സ് ഒക്കെ ചെയ്യുക. അപ്പൊ ഇതാണ് നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മുടെ +1 സിലബസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ വീഡിയോയും കൂടി ഒന്ന് കറക്റ്റ് ആയിട്ട് കാണുക കേട്ടോ. ഇപ്പം നമ്മുടെ CC Plus 11th സ്റ്റാൻഡേർഡിനുള്ള ബാച്ച് ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും എൻക്വയറിക്കായിട്ട് വിളിക്കേണ്ട നമ്പർ എന്ന് പറയുന്നത് 9496949929 ആണ് കേട്ടോ. നമ്മുടെ +1 നമുക്ക് ഇപ്പോഴേ നല്ല രീതിയിൽ 10th കോച്ചിങ് ഇപ്പോഴേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. എന്തായാലും നിങ്ങൾ 10th ക്ലാസ് പഠിക്കുന്നുണ്ട്, അപ്പം നിങ്ങൾക്ക് 10th ക്ലാസ് CC Plus കൂടെ ആവട്ടെ. CC Plus 10th ഇൻഡിവിജ്വൽ ട്യൂഷൻസ്, അതേപോലെ ബാച്ച് ട്യൂഷൻസ്, ഇതെല്ലാം അവൈലബിൾ ആണ്. അതേപോലെ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് എന്തും കൂടെയും കൊണ്ടുപോകാൻ പറ്റും, നവോദയ 11th നിങ്ങളുടെ ഈ 10th പോർഷൻസ് തന്നെയാണ് ഉള്ളത്. 11th എന്ന് പറയുമെങ്കിലും 10th പോർഷൻസ് തന്നെയാണുള്ളത്. സോ നല്ല രീതിയിൽ ഈ പ്രാവശ്യം 10th നമുക്ക് സ്കോർ ചെയ്യാം, നവോദയയിൽ അഡ്മിഷൻ നേടാനും കഴിയും നിങ്ങൾ CC Plus കൂടെ കൂടുവാണെങ്കിൽ. അപ്പോൾ മറക്കാതെ എൻക്വയറിക്കായിട്ട് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു സിലബസ് വീഡിയോ ആയിട്ട് സർ വീണ്ടും വരുന്നതാണ്. സ്റ്റേ ട്യൂൺ. അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. 10th നിങ്ങളുടെ കൂടെ പഠിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ.